പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, കർത്താവെ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ,
പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ, ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഓർത്തിരുന്ന എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല. കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ എൻ്റെ ജീവിത ചരിത്രമുണ്ട്. തെദ്യവും എന്ന് പറയും. സ്വസ്ഥഗീതം എൻ്റെ പേര്. അത് 15 പറ്റി എഴുതി തീർത്തതാണ്. അതിൻ്റെ കോപ്പികളെല്ലാം ഇപ്പം തീരാനായി. അത് വലിയ പുസ്തകമാണ്, 2000 പേജുള്ള പുസ്തകം. കാര്യം ഇത്രയും നാളെ ദൈവ വഴികളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്, കടന്നു പോകുന്ന വഴികളെല്ലാം. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന വരെയുള്ള, അതിനുശേഷം സഭയുടെ പഠനങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നവരെയുള്ള ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനകത്ത് വെറുതെ ഞാൻ എഴുതിയണ കാലത്ത് എൻ്റെ മനസ്സ് ഞാൻ ഓർത്തതേ, എനിക്ക് ഈശോനെ സ്വീകരിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അമ്മച്ചിയായിരുന്നു. അപ്പച്ചനാണ് എല്ലാ കാര്യത്തിനും ഇടപെട്ടെന്നെ പഠിപ്പിക്കണമെങ്കിലും ഈ ഈശോയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും പള്ളിയിൽ പെരുമാറുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരണത് ദുഃഖ വെള്ളിയാഴ്ച, വലിയ വ്യാഴാഴ്ച, വലിയ ദിവസങ്ങൾ അപ്പന അതിനെക്കുറിച്ചും പറയും. പക്ഷെ അമ്മ അതിനെക്കുറിച്ച് അത് എങ്ങനെ പെരുമാറേണ്ടത് എങ്ങനെ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ഈശോനെ സ്വീകരിക്കണ വേദപാഠത്തിന് വേണ്ടി വിട്ടപ്പോൾ തന്നെ അമ്മ പറയാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഭയങ്കര കൊതിയായി ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിനെക്കുറിച്ച് കൊതി. എനിക്കാണെങ്കിൽ അതൊക്കെ മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായത് കാരണം എനിക്ക് ഈശോയുമായിട്ട് 2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അപ്പനുമായിട്ട് ഈ 2-3 വയസ്സുള്ളപ്പോൾ ലാവമ്പട്ടം നടക്കാൻ പോകുമ്പോൾ ചെമ്പരത്തിക്കാട്ടിൽ ഈശോനെ കണ്ടായിരുന്നു. പക്ഷെ വലിയ രൂപം കണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഈശോയുമായിട്ട് എന്തോ ഒരു അഫിനിറ്റി ഉണ്ട്. ഈശോയ്ക്ക് എന്നോട് താല്പര്യമോ എനിക്ക് ഈശോനെ ഇഷ്ടമുണ്ടോ ഉണ്ട്. അപ്പോൾ അതാണ് പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് കമ്മ്യൂണിയൻ ആണല്ലേ. പക്ഷെ ഫസ്റ്റ് കമ്മ്യൂണിയനോട് അടുത്ത സമയത്ത്, ഇത്രയും തീഷ്ണയുടെ അടുത്തെങ്കിലും എൻ്റെ കാല് മുഴുവൻ ചൊറി പിടിച്ചു പോയി. എൻ്റെ എല്ലാ സന്തോഷവും പോയി. അന്ന് എനിക്ക് ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. അപ്പോൾ അതായത് കാല് മുഴുവൻ ചൊറി പിടിച്ചിട്ടേ അത് അവിടെ ഗവൺമെൻറ് ആശുപത്രിയാണ് ഉള്ളത്, ഒരു ചെറിയൊരു ഡിസ്പെൻസറി. അവിടെ പോയി കാല് കാണിക്കും. അപ്പോൾ അവർ ഈ വയലറ്റ് നിറത്തിലുള്ള ഒരു മരുന്ന് ഒഴിക്കും. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴും വേദനയും ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ച് വേദനയും പഴുപ്പ് ചാടലൊക്കെ ഉണ്ട്. ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് സമയം അടുക്കും തോറും ഇതിൻ്റെ പഴുപ്പും ചൊറിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് സാൻഡൊക്കെ നമ്മൾ സാധനമുള്ളത്, ഈ വെള്ള ഷൂസ് പോലെയുള്ള ഒരു നെയ്ത്ത് തൊട്ടി പോലെ ഇരിക്കുന്ന സാധനം, അതാണ് കാര്യം പൂട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സോക്സൊക്കെ വാങ്ങിച്ച് സോക്സ് ഇട്ടപ്പോൾ തന്നെ ഈ ചൊറിയുന്ന പഴുപ്പും അതെല്ലാം പുറത്തു പോകുന്നു. സോക്സിൻ്റെ സ്റ്റാൻഡക്സ് കൂടി എടുത്ത് പൂട്ടിക്കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ബെൽറ്റിൽ പൂട്ടണ പോലെയുള്ള ബഗ്ഗുള്ളതാണ്. അവർ പൂട്ടിയ നല്ല വേദന.
കാലകത്തിരുന്ന് പഴുത്ത് വിങ്ങിയണേ. അതിനിടയ്ക്ക് വേറൊരു കോമഡി സംഭവിച്ച്. അപ്പന് ചില്ലറ കലാപരിപാടിയൊക്കെ ഉള്ള കാരണം അപ്പൻ പറഞ്ഞ് ഈ തലയൊക്കെയാണ് കപ്പലയില്ലേ ഞാനുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അപ്പനങ്ങനെ അപ്പന് അതിന് വേണ്ടി കുറേ ഒരാഴ്ച കഷ്ടപ്പെട്ട് കുറേ ലാത്ത പേപ്പറും കമ്പിയൊക്കെ വാങ്ങിച്ച്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം, ഒരു കോമഡി തോന്നും. അന്ന് ഞാൻ ശരിക്കും ചമ്മിപ്പോയി കൂട്ടുകാരുടെ കൂട്ടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാലേ അപ്പനാണെങ്കിൽ ഇത് അപ്പൻ ഒറ്റ നിൽക്കുക. കാര്യം അപ്പനോട് എതിർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കാരണം കൊണ്ട് അടി പിടിക്കും. അപ്പന് എങ്ങനെയാണ് അപ്പൻ്റെ സ്വഭാവം അതാണ്. അത് അപ്പം പറയണ അനുസരിച്ച് പോയില്ലെങ്കിൽ എൻ്റെ തൊഴിലൊക്കെ ഭയങ്കര അടി കിട്ടുന്നുണ്ട്. ഇരിക്കപ്പെടുന്ന അടി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും വേണ്ടിയില്ല, അപ്പനിട്ട് ചെയ്യണത്. നോക്കിയപ്പോൾ ഈ വീതിയുള്ള ഒരു കിരീടം ഈ മാതാവിൻ്റെ ഒക്കെ തല വെച്ചേക്കണ കിട്ടിയിട്ടില്ല. അതിൻ്റെ വലിയൊരു ടൈപ്പ് ആ സാധനം ഉണ്ടാക്കിയിരിക്കണേ. എൻ്റെ അമ്മയെ. പിന്നെ അപ്പൻ്റെ സന്തോഷത്തിന് അപ്പം കുറേ മുല്ലപ്പൂ മൊട്ട് 2 മുഴം മൊട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ കിരീടത്തിൻ്റെ ഇടയ്ക്ക് കെട്ടി. അപ്പം വിചാരിച്ചത് പള്ളി വരുമ്പോൾ വിരിയുമെന്നാണ് വിചാരിച്ചത്. ആര് വിരിയാൻ? അതൊക്കെ അപ്പം ഞാനൊരു ശരിക്കും പരിഹാസ രാജാവായിട്ടാണ് പോകണത്. ശരിക്കും കാലെ പഴുപ്പും വേദനയും അത് മുഖത്ത് ശരിക്കും കാണും. പിന്നെ തലയിൽ കിരീടം. അപ്പോൾ കുർബാന സ്വീകരണം എന്ന് പറയണതേ വല്ലാത്തൊരു പീഡാസകനമാണ്. മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, പീഡാസകനമാണ്. പിന്നെ ഒരു ആൾക്കാരെ നമുക്ക് കളിയാക്കുമല്ലോ. എനിക്ക് പക്ഷേ കർത്താവാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പോഴാണ് ഇതൊക്കെ ചെയ്തപ്പോൾ ഇരിക്കുന്നത്. വളർന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നിന്നെ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ നിന്നെ ഞാൻ എന്നെപ്പോലെ ആക്കിയായിരുന്നു. പരിഹാസ രാജാവായിട്ട് കാലം മുഴുവൻ കൈ മുഴുവൻ വ്രണമായിട്ട് തലയിലൊരു കോമഡി തൊപ്പിയും ആക്കിയിട്ടാണ് നീ പോയത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നും. അപ്പനല്ല ചെയ്തത്, കർത്താവാണ് ചെയ്തതെന്ന്. എന്താ കാര്യം? ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു സഹനത്തിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടാകും. അത് പുള്ളിക്കാരൻ തന്നെ നമുക്ക് ഈ ആൾക്കാരെ കല്യാണത്തിനൊക്കെ കൊണ്ടുവന്ന് സമ്മാനം തരത്തില്ലേ? കല്യാണത്തിനൊക്കെ കൊണ്ടുവന്ന് നമുക്കൊരു പൊതിയൊക്കെ തരുമല്ല, അതുപോലെ പുള്ളിക്കാരെ കൊണ്ടുവന്ന് തന്നതാണ്. ഇപ്പോഴാണ് ആ സമ്മാനം കിട്ടിയതായിട്ടൊക്കെ ഓർക്കുന്നത്. അന്ന് മുതൽ ഈശോയുമായൊരു ബന്ധമുണ്ട്. എൻ്റെ മക്കളെ, നമുക്കിത് സഹനമാണെങ്കിലും അത് കർത്താവിൻ്റെ കൂടെ സഹിക്കാൻ ഭയങ്കര അതാണ് പൗലോസൊക്കെ ഇത് അഭിനയിച്ച് ആഘോഷിച്ച ആൾക്കാരാണ്. അതാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ. അതിൻ്റെ കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. വേണം നമുക്ക് തിരിച്ചു വായിക്കാം. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതായത് ക്രിസ്തു നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ കുറച്ച് കലാപരിപാടി നടത്തും. ദിസ് ഈസ് മൈ ബോഡി എന്ന് ക്രിസ്തു പറയണതാണ്. നമ്മൾ കുർബാനയ്ക്ക് എന്താ പറയണത്? ദിസ് ഈസ് മൈ ബോഡി എന്നല്ലേ? ഇത് എൻ്റെ ശരീരമാകുന്നു എന്നാണ്. ക്രിസ്തു തിരിച്ചും പറയുന്നുണ്ട്. നമുക്കൊരു സകലം തന്നു കഴിയുമ്പോൾ ക്രിസ്തു പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന്. അപ്പോൾ നമ്മൾ കുർബാനയായി. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കണം. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഗീത, ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ മോള് നീരജ, ഇതെൻ്റെ മോൻ നിഖിൽ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വന്നപ്പോൾ എനിക്ക് ഇവിടെ തിരക്കും കാരണമായി എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ശരിക്കും കഴിഞ്ഞില്ല. എന്നിട്ട് അത് മോള് ജനറൽ നേഴ്സിംഗാണ്. അവൾ GNM കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ. അവൾ എൻട്രൻസ് എഴുതി. അങ്ങനെ അവൾക്ക് പോസ്റ്റ് ബേസിക് ചെയ്യണമെന്നാണ് അവൾ ആഗ്രഹമായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് വിട്ട് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ എൻട്രൻസ് എഴുതി കിട്ടുവാണെങ്കിൽ നീ പൊയ്ക്കോ, അല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ അവൾ ജോലിക്ക് പോകാൻ. എന്നാലും അവൾ എൻട്രൻസ് പഠിച്ച് പഠിച്ച് എഴുതി.
അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ വയറുവേദന എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി. അപ്പോൾ എൻ്റെ ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻറ്റി ഉടനെ വിശ്വാസപ്രമാണം പഠിച്ചു ഉടമ്പടി തൈലം എൻ്റെ നെറ്റി കുരിശു ഇട്ട് 2 തുള്ളി എനിക്ക് കുടിക്കാൻ തന്നു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ അസ്വസ്ഥതയൊക്കെ മാറി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ മോളെ കാര്യവും പ്രാർത്ഥിച്ചിട്ട് പോയി. മോളെ കാര്യം മോള് പറയും. എൻ്റെ പേര് നീരജ. അമ്മ പറഞ്ഞതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് ബേസിക് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. 2 ഇയർ കോഴ്സാണ്. ജനറൽ നഴ്സിംഗ് GNM കഴിഞ്ഞ് BSc ഇക്വലൻ്റ് ആകുന്ന 2 ഇയർ കോഴ്സാണ് പോസ്റ്റ് ബേസിക്. അപ്പോൾ എനിക്കത് പഠിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ പ്രൈവറ്റിൽ പഠിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ലായിരുന്നു. അത്യാവശ്യം പഠിച്ചു, എക്സാം എഴുതി. 500 എബോവ് 500-ലധികം പേര് എഴുതിയ എക്സാം ആയിരുന്നു. അതിൽ 70 പേർക്ക് മാത്രമേ ഗവൺമെൻറ് സീറ്റ് കിട്ടുള്ളൂ. ട്രിവാൻഡ്രത്ത് 30 പേർക്കും ബാക്കി 40 സീറ്റ് എറണാകുളവുമാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. എക്സാം എഴുതി റിസൾട്ട് വന്ന സമയത്താണ് ആദ്യമായി അമ്മയോടൊപ്പം കൃപാസനത്ത് വരുന്നത്. വന്ന സമയത്ത് ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ച നിയോഗവും ഇത് തന്നെയായിരുന്നു. പോസ്റ്റ് ബേസിക്കിന് അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു ഞാൻ ഫസ്റ്റ് പ്രാർത്ഥിച്ച ആഗ്രഹവും. ഫസ്റ്റ് പ്രാർത്ഥിച്ചു, പോയി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ റാങ്ക് 72, എൻ്റെ റാങ്ക് 42, എൻ്റെ മാർക്ക് 72 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് 70 പേർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമെന്ന് വിചാരിച്ചു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി കിട്ടില്ല. ആ സമയത്ത് എനിക്ക് NHM പോസ്റ്റിംഗ് വന്നു. 2 ഇയർ വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് രണ്ടാമത് ഇവിടെ വന്നു. അപ്പോൾ NHMന് പോകാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ എനിക്ക് അഡ്മിഷൻ ലഭിച്ചാലും റിസൈൻ ചെയ്ത് ഇറങ്ങാനേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ 2 വീക്കിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ടാമത് ഇവിടെ വന്ന് പോയി 2 ദിവസം കഴിഞ്ഞ സമയത്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിളിച്ചത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് പോസ്റ്റ് ബേസിക്കിൻ്റെ. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 72 മാർക്കാണ്. ഇപ്പോൾ എന്നെക്കാൾ അധികം മാർക്ക് കിട്ടിയവരും ട്രിവാൻഡ്രത്ത് അലോട്ട്മെൻറ്റ് വെച്ചവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതും എറണാകുളത്തായിരുന്നു. പക്ഷേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇതെല്ലാം അമ്മയുടെ ഒരു പ്ലാനായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ 2025 ജൂലൈ 20 തീയതിയാണ് ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവൻ +2 കഴിഞ്ഞ് സ്പെഷ്യലായിട്ട് അവൻ ഡിഗ്രി ചെയ്യുമായിരുന്നു. അവന് കുഞ്ഞിലെ തൊട്ടേ ആർമിയായിരുന്നു അവന് ആഗ്രഹം. അപ്പം ഒത്തിരി എക്സാമൊക്കെ എഴുതി, പക്ഷെ അവന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ജൂലൈയിലായിരുന്നു അവന് എക്സാമും, ആർമിയുടെ എക്സാം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അവൻ എക്സാം റിസൾട്ട് വന്നു. അവന് എക്സാമിന് ജയിച്ചു. പിന്നെ ഫിസിക്കലും മെഡിക്കലും ഉണ്ട്. അത് ഇടുക്കിയിൽ വെച്ചായിരുന്നു. അപ്പോൾ അവൻ അതിന് പോകുന്ന മുന്നേ അവന് വയറുവേദനയും പനി ഇതൊക്കെ വന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും കുറയുന്നില്ല. സെപ്റ്റംബർ 8 തീയതി അമ്മ മാതാവിൻ്റെ തിരുനാൾ. അങ്ങനെ അവിടെ എൻ്റെ ഭർത്താവ് പോയി. 11 തീയതിയാണ് അവന് മെഡിക്കലും ഫിസിക്കലും. അങ്ങനെ അവിടെ ഞങ്ങളുടെ കുരിശടിയിൽ അന്നദാനമുണ്ട്. അവിടെ പോയി ചോറ് വാങ്ങിച്ച് അതിൽ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്തു. അത് കൊടുത്തിച്ച് അപ്പോൾ അവൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി. അങ്ങനെ അവന് ഫിസിക്കലും മെഡിക്കലും ജയിച്ചവൻ. അവിടെ പോയപ്പോൾ തന്നെ അവനെന്തോ ഫസ്റ്റ് റൗണ്ട് ഓടിയപ്പോൾ തന്നെ അവന് പറ്റുന്നില്ല ഓടാൻ വേണ്ടി. അങ്ങനെ അവന് ഞാൻ ഉപ്പും തേനൊക്കെ കൊടുത്തേച്ച് അവൻ തേനും കുടിച്ച് ഉപ്പൊക്കെ ഇട്ട് അവിടെ ഗ്രൗണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഓടി. എന്തോ ഒരു ശക്തിയാണ് അവനെ ഓട്ടിച്ച് അത് ജയിച്ചവൻ. ഇപ്പം അവൻ 24 തീയതിയാണ് അവൻ ഇപ്പം മഹാരാഷ്ട്രയിലാണ് അവൻ ട്രെയിനിങ് കഴിഞ്ഞ് അവനിന് 6 തീയതി അവൻ അരുണാചൽ പ്രദേശിലാണ് അവന് ഫസ്റ്റ് പോസ്റ്റിംഗ് വന്നത്. അത് നമ്മുടെ കഴിവല്ല, എല്ലാം മാതാവിൻ്റെ കൃപയാണ്. ഇത് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. പിന്നെ എൻ്റെ ഭർത്താവിനും ഒരിക്കൽ ഇതുപോലെ വയറിലൊരു കുരു വന്നു. ആ കുരു വന്ന് പഴുത്ത് അങ്ങനെ ഇവിടെ ഒരിക്കൽ അത് ഞങ്ങൾ വന്നപ്പോൾ ഞായറാഴ്ച ദിവസം
അച്ഛൻ്റെ ആരാധന മധ്യേ അച്ഛൻ പറഞ്ഞു, പിന്നെ വയറിലൊരു കുരു വന്ന ആൾ വേദനയായിട്ടിരിക്കുന്ന അത് അമ്മ മാതാവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഞങ്ങൾ മക്കൾ ഞാനും എൻ്റെ മക്കൾ 2 പേരും തിരിഞ്ഞ് അവർ പപ്പേനെ നോക്കി. പപ്പേരെ വയറിലല്ലേ കുരു ഉള്ളത്, അതാണല്ലോ അച്ഛൻ പറഞ്ഞതും, സൗഖ്യമാക്കണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുരു പൊട്ടി താഴ്ന്ന് വേദനയെല്ലാം അതോടെ മാറി. ഇത്ര അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞായറാഴ്ച എല്ലാ മാസവും ഞങ്ങൾ ഉടമ്പടി എടുത്ത ശേഷം എല്ലാ മാസവും ഞായറാഴ്ച ദിവസമാണ് ഞങ്ങളിവിടെ വരുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എല്ലാ മരുന്നൊന്നും ഉപയോഗിക്കാതെ തന്നെ മാറിയത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ പുത്തൻ തോപ്പുണ്ട് ഞങ്ങൾ ഇടവകയിൽ, ആ പുത്തൻ തോപ്പിൽ പൊതിച്ചോറ് കൊടുക്കുകയും പിന്നെ ലീജൻ ഓഫ് മേരിയുടെ ഇതിൽ ആർക്കെങ്കിലും വയ്യാതെയൊക്കെ കിടക്കണം അവർക്ക് ഞങ്ങൾ സഹായിക്കും. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി എല്ലാവർക്കും അത് ഷെയർ ചെയ്യുകയും പിന്നെ ചൊവ്വാഴ്ച ദിവസം ഉടമ്പടി ധ്യാനം കൂടും. പത്രം ഇവിടെ നിന്ന് എല്ലാ മാസവും ഞങ്ങൾ വന്ന് പത്രം വാങ്ങിച്ച് അത് എല്ലാവർക്കും ക്രിസ്ത്യാനി ഹിന്ദു അങ്ങനെ ആരുമില്ല എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. കുർബാന കുമ്പസാരം 2-3 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കും. കുർബാന എല്ലാം ഞായറാഴ്ച മുടങ്ങൂല, എന്നാലും ആവണത്ര ഞാൻ എല്ലാ ദിവസവും ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ജപമാല പഠിക്കും, ബൈബിൾ അരമണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ എൻ്റെ മോൾ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾക്കിനി അവളൊരു എക്സാം എഴുതിയിരിക്കുന്നത്, അത് കഴിഞ്ഞ് അവൾ സാക്ഷ്യം പറയും. പിന്നെ നിത്യത വരെ അമ്മയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ആവേ മരിയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൻ്റെ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 3-ാം വചനമാണ്. ഭർത്താവിന് വയറിലൊരു മുഴയുണ്ടായിരുന്നു. അതും ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ്, വയറിന് ഒരു ഗ്രോത്തുള്ള ഒരു കുരുവുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 3 പേരും അച്ഛൻ്റെ മുഖത്തേക്കാണ്, സ്വന്തം അച്ഛൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. ജോസഫ് അച്ഛൻ ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറയുകയും പെട്ടെന്ന് ഇവർ 3 പേരും കൂടെ അച്ഛൻ്റെ നേർക്ക് നോക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ വെച്ച് തന്നെയാണ് കൃപാസന അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ വാഷ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കുരുവിൽ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളവും രക്തവും കൂടെ വരുന്നതായിട്ടാണ് കണ്ടത്. അത് ഒത്തിരി നാൾ വളരെ വേദനാജനകമായ ഒരു സ്ഥിതിയിലായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ വാഷ്റൂമിൽ ചെന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അത് ഈ മകൻ തന്നെയാണ്. കാരണം ഇവർ 3 പേരുടെ പ്രാർത്ഥനയുടെ സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ അങ്ങനെ പറയുകയും പെട്ടെന്ന് സ്വന്തം അച്ഛൻ്റെ നേർക്ക് നോക്കുകയും ചെയ്തപ്പോൾ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അതെൻ്റെ അച്ഛനായിരിക്കണമേ എന്ന്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മക്കൾക്ക് ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, സാന്നിധ്യം, രോഗസൗഖ്യം ലഭിക്കുവാനിടയായത്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം 138 വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ കൃപയുടെ സിംഹാസനത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കുന്നത്. ഈശോയുടെ കൃപയിലേക്കാണ് ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതം നയിക്കുന്നത്. നാം ദൈവത്തെ വിളിക്കുമ്പോൾ ഈശോ ദൈവം മറുപടി നൽകുന്നു. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറാതെ വന്നാലും നമ്മളെ ഹൃദയത്തെ ശക്തിയാക്കി നമ്മെ നയിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ വരാതിരിക്കുമ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കും മോളെ, പേടിക്കേണ്ട, നിനക്ക് വേറൊരു വലിയ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ നല്ലതിന് മാത്രം ആലോചിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ വിചാരിക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന്. പക്ഷേ ദൈവത്തിനറിയാം, നമുക്ക് ഏറ്റവും ഉചിതമായ തക്ക സമയത്ത് ഉത്തരം അരുളുന്ന ആ ദൈവത്തിനറിയാം നമ്മുടെ ഓരോ കാര്യങ്ങളും. ഭയപ്പെടാതെ നമുക്കും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഭയപ്പെടാതെ പ്രാർത്ഥിക്കാം. ദൈവം കേൾക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഗീതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിനും മക്കൾക്ക് കിട്ടിയ ഇന്നിപ്പോൾ ഈ മകന് അരുണാചലിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്, ആർമിയിലേക്കുള്ള ഫസ്റ്റ് പോസ്റ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ ആ ജോലി കിട്ടിയതിനും ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹപ്രകാരം ജോലി ലഭിച്ചതിനും മകൾക്ക് ആഗ്രഹപ്രകാരം പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു. എല്ലാത്തിനും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമുണ്ട്. ആ വിളിച്ചപേക്ഷ നാളിൽ ഉത്തരം മല്ലിയ ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക്